നമസ്കാരം. ഭാരതാംബയെയും ഇന്ത്യൻ ഭരണഘടനയും ഒരുപോലെ അപമാനിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണല്ലോ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എഴുത്തും വായനയും മാത്രമല്ല, ഒരു വെളിവും വിവരവും ഇല്ലാത്ത മന്ത്രിയാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ മാത്രം ഇങ്ങനെ അസ്വസ്ഥനാകുന്നത് മറ്റെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ABVP പ്രവർത്തകർ കാറിൽ സഞ്ചരിച്ച മന്ത്രി ശിവൻകുട്ടിയെ തടഞ്ഞ് കരിങ്കൊടി കാണിക്കുകയും ശക്തമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. മന്ത്രിക്ക് ഭരണഘടന അറിയില്ലെങ്കിൽ ABVP പഠിപ്പിക്കുമെന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇവർ. കൂടാതെ ഒഴിവ് സമയങ്ങളിലെങ്കിലും ഇന്ത്യൻ ഭരണഘടന വായിച്ചു പഠിക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം രാജ്ഭവനിൽ ഔദ്യോഗിക പരിപാടിക്ക് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച വിഷയത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വലിയ വായിൽ തള്ളി മറിച്ചിട്ട് മടങ്ങുമ്പോഴാണ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറിയത്. ഇതും ശ്രദ്ധേയമാണ്. ചിത്രമുണ്ടെങ്കിൽ ഞാൻ ഇനിയും പങ്കെടുക്കില്ലെന്നും RSS കൊടി പിടിച്ച വനിതയെ രാജ്ഭവനിൽ പ്രതിഷ്ഠിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നും മന്ത്രി പറഞ്ഞു. പ്രോട്ടോകോൾ എന്താണെന്ന് തനിക്കറിയാമെന്നും ഭാരതാംബയെക്കുറിച്ച് അതിൽ പറയുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. RSS ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവനെന്നും മന്ത്രി പറയുന്നു. ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ താൻ ഇനിയും പങ്കെടുക്കില്ലെന്നും ഗവർണർക്ക് സർക്കാരിനെ വെല്ലുവിളിക്കാനാകില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കർക്കും 2 അജണ്ടയാണെന്നും മന്ത്രി പറയുന്നു. ഭാരതാംബയുടെ ചിത്രം ഗവർണർ RSS കാര്യാലയത്തിൽ കൊണ്ടുവയ്ക്കട്ടെ. പ്രകോപനം ഉണ്ടാക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കാനുമാണ് ഗവർണറുടെ ശ്രമം. ശേഷം ഭാരതാംബയുടെ ചിത്രത്തിൽ കുട്ടികൾക്ക് സംശയമുണ്ടെങ്കിൽ പാഠപുസ്തകത്തിലും കൂടി ഉൾപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിവാദത്തിന് പിന്നാലെ നിലപാട് കടുപ്പിക്കുക തന്നെയാണ് രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ആ ചിത്രം അവിടെ തന്നെ ഉണ്ടാകുമെന്നുമാണ് രാജ്ഭവൻ നിലപാട്. ചിത്രത്തിന് മുന്നിൽ വിളക്ക് വയ്ക്കുമെന്നാണ് രാജ്ഭവൻ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഇതിനോടകം തന്നെ രാജ്ഭവൻ വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പ് ആരോപിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി തെറ്റായ മാതൃക സൃഷ്ടിച്ചു. മന്ത്രിയുടെ പെരുമാറ്റത്തെ തികഞ്ഞ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും രാജ്ഭവൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭാരതാംബയുടെ ചിത്രം മന്ത്രിക്ക് അറിയില്ല എന്നത് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രിയുടെയും ഗവർണറുടെയും കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനായെത്തിയ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ ഈ പ്രവൃത്തി. ഇത് ഈ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നുവെന്നും വാർത്താക്കുറിപ്പ് പറയുന്നു. രാജ്ഭവനിലെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയായിരുന്നു ഇന്നലെ രാജ്ഭവനിൽ നടന്നത്. പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത്. പരിപാടിയുടെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് ഇല്ലായിരുന്നുവെന്ന് താൻ ചൊല്ലുമ്പോൾ ചിത്രത്തിൽ പൂ ഇടുന്ന ചടങ്ങ് കണ്ടുവെന്ന് മന്ത്രി പറയുന്നു. എന്നാൽ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നുള്ളത് ഇന്നലെ തന്നെ തെളിഞ്ഞതുമാണ്. എന്തായാലും ഇപ്പോൾ ഗവർണർ സർക്കാർ പോര് കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട് എന്നത് വ്യക്തവുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.